മറ്റാൾ ഇറക്കണണ്ടപ്പോ തന്നെ ഇയാൾ ഇവിടുന്ന് സ്ഥലം വിട്ടു. കൂട്ടുകാര് നിരത്തേടാരാവാണ് ഇവര് കാലത്തിന് ചിക്കൻ വാങ്ങാൻ ഇറങ്ങി. അതിനിറക്കണണ്ടിട്ട് ഇയാള് വടിയായി ഇവിടുന്ന്. അങ്ങനെ വൈകുന്നേരമായി. സാധാരണ വീട്ടിൽ കടി ഉണ്ടാക്കാറ്, ഇന്ന് കടയിൽ വാങ്ങാന്ന് വിചാരിച്ചു. നോമ്പറായിട്ട് ഞാൻ ജിമ്മി പോണേണ്. ഇന്നിരത്തേടാരാവായതുകൊണ്ട് നല്ലോണം ആൾക്കാരുണ്ട്. ഫുഡ് കിട്ടോല. നിസ്കാരം കഴിഞ്ഞ് ഫുഡ് വാങ്ങാൻ പോണേണ്. ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്ന് കഴിക്കണേന്നാണ്. സംഭവം പാക്കിംഗ് ആണ്. ചോറ് കൈ കിട്ടിയാലേ വീട്ടിൽ പോകൂല. അത് എന്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കും. ചോറ് കൈ തന്നാരം അത് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ഓടണ്ടോന്ന് ഓടിപ്പടച്ച് ജിമ്മി വന്നെത്തി. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് സമയമാവും. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ. സ്കൂളിലൊക്കെ അറ്റൻഡൻസ് ഇടൂലേ, അതുപോലെ ഇവിടെ ഇടണം. ഇതാണ് ജിമ്മിലെ ഇക്ക മുർഷാദ്. ജിമ്മിന്ന് ഇറങ്ങി ഇനി വേഗം വീട്ടിൽ പോകണം. ഇത് നേരത്തെ പള്ളി നീട്ടിയ ചോറാണ്. ഇത് കുറച്ച് കഴിച്ചിട്ട് വേണം പള്ളിയിൽ പോയി. ഒരെണ്ണം ക്ലബ്ബിൽ വന്നിരിക്കണം. നിസ്കാരം തുടങ്ങാൻ 2 മിനിറ്റോളൂ. വിളിച്ചിട്ടാണ് വരുന്നില്ല. ഒരുത്തനോട് തസ്ബീഹ് നിസ്കാരം എങ്ങനെ നിസ്കരിക്കണമെന്ന് ഫോണിൽ നോക്കണം. മറ്റൊരുത്തനാണെങ്കിൽ ഇവിടെ IPL ഇരുന്നാണ്. ഉസ്താദ് മൈക്കി പറയുന്ന കാര്യം കേട്ട് നിൽക്കണം. തസ്ബീഹ് നിസ്കാരം കഴിഞ്ഞ് അത് എന്റെ സ്വലാത്ത് തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോ കൊറോണ വാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സമയമായി 12 മണിയായി. പള്ളി കയറി കഴിഞ്ഞാലേ ഓരോ നേരത്തെ ശൈത്താനി എത്താൻ. സ്വലാത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോ 1 മണിയായി. അത് കഴിഞ്ഞിട്ട് കാവ കുടിക്കാൻ തന്നു. ഇവിടത്തെ ചാർത്തിലെ സിയാർത്തായിട്ട് കഴിക്കാൻ ഓറഞ്ച് തന്നു. എല്ലാം കഴിഞ്ഞ് ജംഗ്ഷനിൽ കൂടിയപ്പോ തന്നെ 2:30-3 മണിയായി. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാട്ടാ. ബൈ. കൂട്ടുകാരെ പോണതിന് മുമ്പേ ആ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോണോട്ടാ, മറക്കരുതിട്ടാ.